സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടും ഗ്രൂപ്പുകൾ പരസ്പരം തമ്മിൽ പോരടിച്ചില്ലായിരുന്നെങ്കിൽ വലിയ വിജയത്തിലേക്ക് തന്നെ കോൺഗ്രസ് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതില്ലാതെ പോയത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം, സ്ഥാനാർത്ഥി നിർണയത്തിൽ മെറിറ്റ് നോക്കാതെ, ജയസാധ്യത നോക്കാതെ, ജനസ്വീകാര്യത നോക്കാതെ പല സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചതാണ്. ഞാനതിൽ വളരെയേറെ ദുഃഖിതനായിരുന്നു. അതുകൊണ്ട് ആ ഒരു അനുഭവം, അതിനൊരു മാറ്റം ഉണ്ടാകണം. ആ മാറ്റം ശ്രീ സുധാകരനിലൂടെ, ശ്രീ സതീശനിലൂടെ ഉണ്ടാകും എന്നൊരു വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചുമതലയേറ്റ് ആദ്യം ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഇന്ന ഗ്രൂപ്പിന് ഇന്ന ജില്ല എന്ന് ചാർത്തി കൊടുക്കാതെ ഓരോ ജില്ലയിൽ നിന്നും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പേരുകൾ വരുമ്പോൾ ആ പേരുകാർ ആ സ്ഥാനത്തിന് അനുയോജ്യരാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം. ഒരു പേര് വന്നാൽ ആ പേരിൻ്റെ ഉടമസ്ഥൻ ആ സ്ഥാനത്തിന് അർഹനാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഗ്രൂപ്പ് നേതാക്കന്മാരെ വിളിക്കും, പഴയ PCC പ്രസിഡന്റുമാരെ വിളിക്കും, നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഒരാളുടെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു. നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പോയത്. ആദ്യത്തെ ആലോചനാ യോഗത്തിൽ തന്നെ മുൻ പ്രസിഡന്റുമാരെ ഒഴിവാക്കി. അതിൽ ശ്രീ മുരളീധരൻ മാത്രമാണ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. ഞങ്ങളാരും പരസ്യമായി പറയാൻ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ഡൽഹിയിൽ ഏകപക്ഷീയമായി യാതൊരു ചർച്ചയും കൂടാതെ DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതാണ്. അവരുടെ പേര് AICC കൈമാറുന്നതായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ ഭാഗമല്ല എന്ന് ബോധ്യമായി. അത് പ്രവർത്തകർ കൂടി അറിയുന്നത് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുത്തു, ഒരു വിയോജനക്കുറിപ്പ്. അതിനുശേഷമാണ് ശ്രീ സുധാകരൻ എന്നെ കാണാൻ വന്നത്. കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രീതി ശരിയല്ല, ഇത് നേരത്തെ ഉണ്ടായതിനേക്കാളും മോശമായൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. ആ ഒരവസ്ഥ വരരുത്. അതുകൊണ്ട് കൂട്ടായ ചർച്ച വേണം, കൂട്ടായ ആലോചന വേണം. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ സ്ഥാനങ്ങളിലേക്കും ആളുകളെ നിയോഗിക്കാൻ. നിർഭാഗ്യവശാൽ ആ തരത്തിലുള്ളൊരു ചർച്ചയുണ്ടായില്ല. ഏകപക്ഷീയമായ അനൗൺസ്മെൻറ്റ് വന്നു. യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനകളും കൂടെ നടന്നതിനെ സംബന്ധിച്ച് എൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ശ്രീ സുധാകരനാകട്ടെ മറ്റാരുമാകട്ടെ അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. അപ്പോൾ ഈ ശൈലി സംഘടനയ്ക്ക്, പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹൈക്കമാൻഡിന് ഇതിനെക്കുറിച്ച് പരാതി അയച്ചു. ഈ രീതി ആപൽക്കരമാണ്, പഴയത് ആവർത്തിക്കും, പഴയ ഗ്രൂപ്പ് മത്സരത്തേക്കാൾ അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.